ഡോക്ടർ ശശി തരൂറിൻ്റെ കള്ളക്കളികൾ പുറത്ത്. പല വിധത്തിലുള്ള കളികളാണ് ശശി തരൂർ ഇപ്പോൾ കളിക്കുന്നത്. തന്നെ വളർത്തി വലുതാക്കിയ പാർട്ടിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട്, തന്നെ വളർത്തി വലുതാക്കിയ പാർട്ടിയുടെ മർമ്മത്തടിച്ചുകൊണ്ട് BJPയിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് ശശി തരൂർ. ശശി തരൂർ BJPയിലേക്ക് പോകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. അടിയന്തരാവസ്ഥയ്ക്കെതിരെ അദ്ദേഹം എഴുതിയ ലേഖനം ഇന്ദിരാഗാന്ധിയെയും സഞ്ജയ് ഗാന്ധിയെയും വിമർശിച്ചുകൊണ്ടായിരുന്നു. ഇതോടെ ഒരു കാര്യം ഉറപ്പായി: ഒന്നുകിൽ കോൺഗ്രസ് തരൂറിനെ ചവിട്ടി പുറത്താക്കും, അല്ലെങ്കിൽ തരൂർ താനെ BJPയിലേക്ക് പോകും. അങ്ങനെ വന്നാൽ BJPയിലേക്ക് പോയി കഴിഞ്ഞാൽ തരൂറിൻ്റെ ആഗ്രഹം പോലെ കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തരൂറിനെ BJP അവരോധിക്കും. അതിനുള്ള കള്ളക്കളികളാണ് തരൂർ കളിക്കുന്നത്. വളർത്തി വലുതാക്കിയ പാർട്ടിയെ, തന്നെ വിശ്വപൗരനാക്കിയ പാർട്ടിയെ തകർക്കുന്ന കളികൾ. അതിനിടയിലാണ് വോട്ട് വൈബ് എന്ന ഒരു ഏജൻസിയുടെ സർവേ വന്നത്. അത് പൊളിറ്റിക്സ് കേരള കൊടുത്തിരുന്നു. പ്രേക്ഷകർക്ക് അത് കാണാൻ പറ്റും. ഞങ്ങളുടെ വീഡിയോ സെർച്ച് ചെയ്താൽ വോട്ട് വൈബിൻ്റെ സർവേ കാണാൻ പറ്റും. വോട്ട് വൈബിൻ്റെ സർവേയിൽ ഏറ്റവും കൂടുതൽ കോൺഗ്രസ് പാർട്ടിയിൽ ഏറ്റവും കൂടുതൽ പേർ മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്നത്, എന്നുവെച്ചാൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും മുഖ്യമന്ത്രിയാകാൻ യോഗ്യനായ ആൾ, അതിൽ ഏറ്റവും കൂടുതൽ പേർ വോട്ട് ചെയ്തിരിക്കുന്നത് വോട്ട് വൈബ് സർവേ പ്രകാരം ശശി തരൂറിനാണ്. അതും ശശി തരൂറിന് സതീശനേക്കാൾ വളരെ വളരെ മുകളിലാണ് സർവേ സ്ഥാനം കൊടുത്തേക്കുന്നത്. പിന്നീടാണ് കാര്യങ്ങളുടെ ഗതിവിഗതികൾ മനസ്സിലാവുന്നത്. വോട്ട് വൈബ് ഒന്ന് പറഞ്ഞിട്ടുണ്ട്, UDF അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ടെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പിന്നീടാണ് അതിൻ്റെ ഗതിവിഗതികൾ മനസ്സിലാകുന്നത്. ഈ വോട്ട് വൈബ് എന്ന് പറയുന്നത് ശശി തരൂറിൻ്റെ തന്നെ ഒരു PR ടീമാണ്. ശശി തരൂറിൻ്റെ PR ടീമിനെ വെച്ച് ഒരു കള്ള സർവേ ഉണ്ടാക്കി തരൂർ മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ എന്നുള്ള ഒരു വിശ്വാസം ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ കളി ശശി തരൂർ കളിച്ചത്. അതിനർത്ഥം കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ താൻ എല്ലാ വിധത്തിലും യോഗ്യനാണ് എന്നാണ്. ഇതാണ് തരൂറിൻ്റെ കളി. ഇങ്ങനെ PR ടീമിനെ വെച്ചുകൊണ്ട് പലതരത്തിലുള്ള കളികളാണ് തരൂർ ഇപ്പോൾ കളിക്കുന്നത്. തരൂർ BJPയിലേക്ക് പോകും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു. തരൂർ BJPയിലേക്ക് പോകാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു. തരൂർ BJPയിലേക്ക് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അർഹമായ സ്ഥാനം കിട്ടും എന്നുള്ളതും ഉറപ്പാണ്. കാരണം അദ്ദേഹം BJPയിലേക്ക് പോയി കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് ലോക്സഭയിൽ ഉപതെരഞ്ഞെടുപ്പ് വരും. വേണമെങ്കിൽ ആ ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് നിൽക്കാം. ജയിച്ചു കഴിഞ്ഞാൽ ക്യാബിനറ്റ് മന്ത്രിയായി മാറും. മറ്റൊരു പ്രത്യേകത, BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അങ്ങനെ വിലസി കേരളമെമ്പാടും പ്രചരണം നടത്താം. BJPക്ക് ഒരു മൈലേജ് ലഭിക്കും. ശശി തരൂർ എത്തുന്നതോടുകൂടി വിശ്വപൗരനെ റാഞ്ചി എന്ന ഒരു മൈലേജും കൂടെ BJPക്ക് ലഭിക്കും. എന്തായാലും ശശി തരൂർ ഇപ്പോൾ കളിക്കുന്നത് നാണം കെട്ട കളിയാണെന്ന് പറയാതെ വയ്യ. അത് പറഞ്ഞേ പറ്റൂ. നാണം കെട്ട കളി തന്നെയാണ് ശശി തരൂർ കളിക്കുന്നത്. ഈ കളിയിൽ ശശി തരൂറിന് ലാഭം മാത്രമാണ്. ശശി തരൂർ ഇപ്പോൾ ഒരു രാഷ്ട്രീയ ബിസിനസ്സുകാരനായി മാറിയിരിക്കുന്നു. ഒരുപാട് നെഗറ്റീവ് ഘടകങ്ങൾ ശശി തരൂറിന് ഉണ്ടായിരുന്നു മുമ്പ്. സുനന്ദ പുഷ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട നെഗറ്റീവ് ഘടകങ്ങൾ, സുബ്രഹ്മണ്യ സ്വാമി, BJPയിലെ സുബ്രഹ്മണ്യ സ്വാമിയൊക്കെ ശശി തരൂറിനെതിരെ ശക്തമായ ആരോപണം ഉന്നയിക്കുമ്പോഴും കോൺഗ്രസ് പാർട്ടി ഏകശിലാഫലകം പോലെ ശശി തരൂറിനെ സംരക്ഷിച്ചു. കോൺഗ്രസിലെ ഒരൊറ്റ നേതാവും ശശി തരൂറിനെ കുറ്റം പറഞ്ഞില്ല. അത്ര കരുതലോടെയാണ് കോൺഗ്രസ് ശശി തരൂറിനെ കണ്ടിരുന്നത്. ആ ശശി തരൂർ ഇപ്പോൾ കള്ളക്കളികൾ കളിച്ച് തുടങ്ങിയിരിക്കുന്നു. താനൊരു തനി തറ രാഷ്ട്രീയക്കാരനാണെന്ന് ശശി തരൂർ തെളിയിച്ചിരിക്കുന്നു. അതാണ് ഈ സർവേയൊക്കെ സൂചിപ്പിക്കുന്നത്. ഒരു ടീമിനെ വെച്ച്, സ്വന്തമായ ഒരു ടീമിനെ വെച്ച് ഒരു സർവേ നടത്തുക, അത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുക, സോഷ്യൽ മീഡിയ അത് ഏറ്റെടുക്കുക, ഇതൊക്കെയാണ് നടന്നിരിക്കുന്നത്. പൊളിറ്റിക്സ് കേരള സർവേ റിപ്പോർട്ട് ചെയ്തിരുന്നു, നിങ്ങൾക്കത് കാണാം. പൊളിറ്റിക്സ് കേരള സ്വാഭാവികമായും കേരള രാഷ്ട്രീയത്തിലെയും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെയും ലോക രാഷ്ട്രീയത്തിലെയും ഗതിവിഗതികൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് ഞങ്ങൾ ആ സർവേ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ആ സർവേ തരൂറിൻ്റെ തന്നെ സ്പോൺസേഡ് പ്രോഗ്രാമാണെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു.
തറക്കളികൾ കളിച്ചു തുടങ്ങിയിരിക്കുന്നു ശശി തരൂർ.